ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ദേവയാനി ആട്ടോ കാണിക്കുന്നത്. ദേവയാനി ഇങ്ങനെ പഴംപൊരിയും പല പല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നയനയും ആദർശിനെയും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ജലജയും ജാനകിയും വന്നു. അങ്ങനെ ജലജ ഇത് കണ്ടപ്പോഴത്തേക്കും ചോദിച്ചു, ഏടത്തി ഇതെന്താ ഈ കാണിക്കുന്നത്? ഏടത്തി ഇതെന്താ ഇപ്പം മതിമറന്ന് ജീവിക്കുകയാണോ? അല്ല, മരുമകൾക്ക് അവാർഡ് കിട്ടിയതിന്റെ സന്തോഷമാണ് ഈ പ്രകടമാക്കുന്നത്. എന്താ ഏടത്തി ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവയാനി പറഞ്ഞത്, ഇത് ഞാൻ എൻ്റെ മോനുണ്ടാക്കി വെച്ചേക്കുന്നതാ. എങ്കിലും മരുമകൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളാണല്ലോ ഇതൊക്കെ. അങ്ങനെയൊന്നുമില്ല, എൻ്റെ മകനില്ലേ, അവനാ പെൺകോന്തൻ അവനുണ്ടാക്കി വെച്ചിരിക്കുന്നതാ. അവനിപ്പം അവളുണ്ടാക്കുന്നതും അവള് കഴിക്കുന്നതും ഒക്കെ അല്ലേ കഴിക്കത്തുള്ളൂ. അതാ അവന്റെ ഇഷ്ടം. അപ്പോഴത്തേക്ക് നമ്മുടെ വസന്തര് പറഞ്ഞു, അതങ്ങനെ തന്നെയാ വേണ്ടത്. ആണുങ്ങളായിട്ടുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടം നോക്കാതെ ഭാര്യയുടെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കണം. അപ്പൊ നമ്മുടെ ജാനകി പറഞ്ഞു, എന്നാലും ഇങ്ങനെ അടിമയാകാൻ പാടുണ്ടോ അമ്മേ? അടിമയാകണമെന്നൊന്നും പറഞ്ഞില്ല, പരസ്പരം മനസ്സിലാക്കി വേണം ജീവിക്കാൻ. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാകത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ വസന്തര് വീണ്ടും പറഞ്ഞു, നിന്റെ കുട്ടികളുടെ അച്ഛൻ നിനക്കൊപ്പം ഇല്ലല്ലോ. അതിന്റെ കാരണം എന്താ? നീ നിന്റെ ഭർത്താവിനെ മനസ്സിലാക്കിയില്ല. അതുപോലെ തന്നെ നീ അവന് സ്വസ്ഥതയും കൊടുത്തിട്ടുമില്ല. അതുകൊണ്ടല്ലേ അവനവന്റെ പാട്ടിന് പോയത്. അവനിപ്പം ഇല്ലാതെ നീ ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് നീ കൂടുതൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും കാര്യമൊന്നും ഇവിടെ പ്രസംഗിക്കേണ്ട ജലജ എന്നിങ്ങനെ പറയാം. ഇത് കേട്ടപ്പോ നമ്മുടെ ജലജയുടെ വയറ് നിറഞ്ഞെന്ന് തോന്നുന്നു. ജലജ അങ്ങ് വല്ലണ്ടങ്ങ് ആയിട്ടോ. ഈ സമയം നമ്മുടെ ദേവയാനി വളരെ സന്തോഷത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് കാറുമായിട്ട് മുറ്റത്ത് നമ്മുടെ നയനയും ആദർശം വന്നത്. ഇപ്പം ജാനകി പറഞ്ഞു, ഓ വന്നെന്ന് തോന്നുന്നു, വരുന്നുണ്ട് അവാർഡ് മേടിച്ച എന്റെ തലക്കനുമായിട്ട്. അപ്പൊ ഈ അവാർഡ് കൈ പിടിച്ചുകൊണ്ട് തന്നെയാട്ടോ വരുന്നത്. ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കാതെ നിൽക്കുകയാണ് ജലജയും അതുപോലെ ജാനകി. പക്ഷെ നമ്മുടെ മുത്തശ്ശിക്കും ദേവയാനിക്കും ഭയങ്കര സന്തോഷം കേട്ടോ. മുത്തശ്ശിക്ക് വല്ലാത്ത സന്തോഷമാണ്. അങ്ങനെ നമ്മുടെ നയനെ കാറിൽ നിന്ന് ഇറക്കിയിട്ട് പറഞ്ഞു, അതെ നീയേ തല ഉയർത്തിപ്പിടിച്ച് അങ്ങോട്ട് കയറിച്ചല്ലേ ഈ അവാർഡുമായിട്ട്, അതാ വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ നയനെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ കയറി ചെന്നിട്ട് മുത്തശ്ശി എന്ന് വിളിച്ചിട്ട്, ദേ ഇത് കേട്ടോ അവാർഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പം പറഞ്ഞു, നോക്കട്ടെ മോളെ. അപ്പൊ ജലജ പറഞ്ഞു, നോക്കാൻ എന്താ, TV കണ്ടതല്ലേ. എന്നാലും ഞാൻ നേരിട്ട് കണ്ടില്ലല്ലോ ജലജ, ഞാനൊന്ന് കാണട്ടെ. ഇവിടെ വേറെ പെണ്ണുങ്ങളുണ്ടല്ലോ. എന്നിട്ട് ഇതുവരെ ആരെങ്കിലും ഇതുപോലെ ഒരു അവാർഡ് മേടിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ആരെ കൊണ്ട് പറ്റും? ഇതെന്റെ നയനമോളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ദേവയാനി ചോദിച്ചു, അല്ല ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇത് ഓഫീസിൽ വെച്ചാൽ പോരായിരുന്നോ? സാധാരണ അങ്ങനെയല്ലേ ചെയ്യുന്നത്. എന്തേലും അവാർഡ് കിട്ടി ഓഫീസിലല്ലേ വെക്കുന്നത്. അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, ഓ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും കാണത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, നമ്മളെ കാണിക്കാൻ വേണ്ടി. അപ്പൊ വസന്തര് പറഞ്ഞു, അതിനിപ്പോ എന്താ കുഴപ്പം? അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ ജലജ നിനക്ക്? ദേവയാനി, നീ ആ കണ്ണും കൊണ്ട് ഇതിലേക്ക് ഒന്ന് നോക്ക്. അവാർഡ് അത് ഞാൻ കണ്ടിട്ടൊന്നുമില്ലല്ലോ. എനിക്കിതൊന്നും കാണാൻ വേണ്ടി വയ്യ. അത് മാത്രമല്ല, ഇത് കാണാൻ വേണ്ടിയല്ല ഞാൻ അങ്ങോട്ടേക്ക് പോയതും. പിന്നെ എൻ്റെ ഫ്രണ്ടിന്റെയും മോളുടെയും അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. എനിക്കിത് കാണേണ്ട കാര്യവുമില്ല, എനിക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി ചോദിച്ചു, അല്ല ഇത് ഇവളുടെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചില്ലേ? അത് പിന്നെ ഇളയമ്മ ഞങ്ങള് വീട്ടിൽ പോയിട്ടാ വരുന്നത്, ഇവളുടെ വീട്ടിൽ പോയി എല്ലാം കൊണ്ട് കാണിച്ചിട്ടാ വരുന്നത്. എന്നാ പിന്നെ ഇത് അവിടെ അങ്ങ് വെച്ചാൽ പോരായിരുന്നോ? എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് നമ്മുടെ ദേവയാനി ചോദിച്ചു. അപ്പം ആദർശ് പറഞ്ഞു, ഈ അവാർഡ് ഇവിടെ വെക്കുന്ന ഭംഗിന്ന് എനിക്ക് തോന്നി അമ്മേ. ഇവള് വാശി പിടിച്ച് കാണും ഇവിടെ വെക്കണമെന്ന് പറഞ്ഞ, പിന്നെ ഇവന് കേൾക്കാതിരിക്കാൻ പറ്റുമോ ഏടത്തി? അപ്പൊ വസന്തര് പറഞ്ഞു, മിണ്ടാതിരിക്കുക ജലജ, ഇവന്റെ മുത്തശ്ശനും പറഞ്ഞിരുന്നു മോൾക്ക് കിട്ടുന്ന അവാർഡ് ഇവിടെ കൊണ്ടുവെക്കണമെന്ന്. പിന്നെ അത് നിർബന്ധിച്ച് പറയാതിരുന്നത് നിങ്ങൾ ഇനി എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാ. മോൾക്ക് ആദ്യമായിട്ട് കിട്ടിയ അവാർഡാ, അത് മോള് താമസിക്കുന്ന വീട്ടിൽ തന്നെ കൊണ്ടുവെക്കുന്നത് നല്ലത്. അതിന് യാതൊരു കുഴപ്പവുമില്ല. ആർക്കെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. പിന്നെ ഇവിടെയുള്ള അസൂയക്കാരൊക്കെ രാവിലെ ഉറക്കം എണീറ്റ് വരുമ്പോഴേ ഇത് തന്നെ കാണണം, എല്ലാവരും കാണുന്ന രീതിയിൽ തന്നെ വെക്കണം. അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, ഇങ്ങനെ ഒരു വീർ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു, ഇവിടെ ആർക്കാ അസൂയപ്പെടാനാ? അപ്പോഴത്തേക്ക് ആദർശ് പറഞ്ഞു, അതെ അപ്പച്ചി അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. എത്രയോ ഡിസൈനർമാര് നമ്മുടെ ജ്വല്ലറിയിൽ ഉണ്ടായിട്ടുണ്ട്, ആർക്കെങ്കിലും ഇതുപോലെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ജാനകി പറഞ്ഞു, ഇത് നീ റെക്കമെൻഡ് ചെയ്ത് മേടിച്ചു കൊടുത്ത അവാർഡാണെന്ന് എല്ലാവർക്കും അറിയാം. ഗ്രേസ് ചേച്ചി ഏടത്തിയുടെ അടുത്ത സുഹൃത്ത, അതുകൊണ്ട് ഏടത്തിയുടെ മോൻ എന്ന രീതിയിൽ നീ പറഞ്ഞാൽ അവർക്കത് നിരസിക്കാൻ പറ്റുമോ? ഇത് ഒരുപാട് തവണ അപ്പച്ചിയും ഇളയമ്മയും ഒക്കെ സംസാരിച്ചതല്ലേ. ഞാനൊന്ന് ചോദിക്കട്ടെ, വിഷുവായിട്ട് ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും എല്ലാ ആഘോഷങ്ങളും ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞു.
അതുപോലെ അറിയാലോ, എല്ലാവരും ഈ മൂർത്തീസ് ജ്വല്ലറിയിലെ നയന കളക്ഷൻസ് തേടിയാ വരുന്നത്. അത് ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ? അല്ലല്ലോ. അവിടെ നമ്മുടെ ഷോപ്പില് സെയിൽസ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിലെ പ്രധാന പങ്ക് നയനയ്ക്ക് തന്നെയാ. അതുകൊണ്ട് ദേ അപ്പച്ചി പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ഇവൾമാർക്ക് അറിയാന്നാ മോനെ. എന്നിട്ടും മോളെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ഓരോന്ന് പറയുക. അപ്പൊ നമ്മുടെ ദേവേരി പറഞ്ഞു, ഇവള് വരുന്നതിന് മുമ്പ് എന്താ സെയിൽസ് ഒന്നും നടന്നിട്ടില്ലേ? അല്ല, ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറവായിരുന്നു അമ്മേ എന്നും. നമ്മളായിരുന്നു നമ്പർ 1, ഇപ്പോഴും അതിനേക്കാൾ ഉയർച്ചയില്ല നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇവളെന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം ഇവള് മറ്റ് ജൂവലറിക്കാരൊക്കെ ഓഫർ കൊടുത്ത് റാഞ്ചിക്കൊണ്ട് പോകാത്തത്. ഇല്ലായിരുന്നു 7 പണ്ടേ റാഞ്ചിക്കൊണ്ട് പോയനെ. ശരി ശരി, ഇനി കൂടുതൽ പുകഴ്ത്തണ്ട. കൂടുതൽ പുകഴ്ത്തിയാലേ ഇവളുടെ സ്വഭാവം വീണ്ടും മോശമാവും. പിന്നെ നിനക്ക് പോലും ഇവളെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കുമാണ് ദേവയാനി ആട്ടോ പറഞ്ഞത്. അപ്പൊ നമ്മുടെ നയനി ചോദിച്ചു, അല്ലെ ഈ മൊമെന്റും എവിടെയാ വെക്കേണ്ടത്? അതെ മോളെ ഇങ്ങ് കൊണ്ടുവന്നേ, അവിടെ വെക്കാൻ പറഞ്ഞിട്ട് ഒരു സ്ഥലം ഇങ്ങനെ കാണിച്ചു കൊടുക്കാം മുത്തശ്ശി. ഇവിടെ ഇരുന്നാല് വീട്ടിലേക്ക് വരുന്നവരെല്ലാം ഇതാദ്യം കാണും. അങ്ങനെ എല്ലാവരും കാണണ്ടേ, നമ്മൾ കഷ്ടപ്പെട്ട് മേടിച്ചതല്ലേ, അപ്പൊ എല്ലാവരെയും കാണിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു. ഏതായാലും മുമ്പറ്റൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയന ദേവയാനിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ അറിയാതെ ഒന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ചിരിച്ചു. എല്ലാവരുടെയും മുമ്പ് വെച്ച് ചിരിക്കാൻ പാടില്ലല്ലോ, ദേഷ്യപ്പെടാനല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു, മലമറിച്ചിട്ട് വന്നതല്ലേ, പോയി ഫ്രഷ് ആയിട്ട് വാ, ദേ ചായയും പലഹാരം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തരാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ നയന അങ്ങ് പോയി. ഈ സമയത്താണ് നമ്മുടെ ജലജ പറയുന്നത്, എന്റെ ദൈവമേ, ടിവിയിലെ അവളുടെ പേര് പറഞ്ഞത് നയന ആദർശന, ഭർത്താവ് അവളുടെ വാലായി പോയി ഏടത്തി. അപ്പൊ വസന്തര പറഞ്ഞു, അങ്ങനെ വാലാട്ടി നിന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല, സ്നേഹിക്കുന്നവരങ്ങനെ വാലാട്ടി നിൽക്കുന്നത്. എടി, നിന്റെ സ്വഭാവം മോശമായതുകൊണ്ടാണ് അങ്ങനെ വാലാട്ടാൻ ഒരാൾ നിനക്കില്ലാതെ പോയത്. അത് നീ ആദ്യം മനസ്സിലാക്കുക. നീ കൂടുതൽ എന്നെ കൊണ്ട് ഇനി പറയിപ്പിക്കാൻ നിൽക്കരുത് എന്റെ പൊന്നു ജലജ. നിന്റെ നാക്ക് ഒന്ന് മര്യാദയ്ക്ക് അടക്കി വെച്ചിരിക്കാൻ നോക്കാൻ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനിക്ക് ചിരി വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും മുമ്പ് വെച്ച് ചിരിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. ഈ ഒരു സമയത്താണ് പെട്ടെന്ന് അനി ഓടി വരുന്നത് ഇവരെ കണ്ടിട്ട്. അനി ഓടി വന്നിട്ട്, അവാർഡ് ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ട് എത്തിയോ? എന്നിട്ട് അവാർഡ് എന്തേ? അത് പിന്നെ മുത്തശ്ശി മേടിച്ചു വെച്ചു. ഏതായാലും അവാർഡ് ജേതാവിന് എന്റെ അഭിനന്ദനങ്ങൾ, താങ്ക് യു എന്ന് പറഞ്ഞൊരു താങ്ക് യു ഒക്കെ കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു, അതെ നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ, നിന്റെ കൂട്ടുകാരിക്ക് ചിക്കൻ ബോക്സ് ആണെന്ന്. ഇത് കേട്ടതും നമ്മുടെ അനി ഒന്ന് ഞെട്ടിട്ടോ. ആർക്കാ? അപ്പൊ നയന പറഞ്ഞു, നന്ദുവിന്. നന്ദുവിന് ചിക്കൻ ബോക്സ്? അപ്പം നമ്മുടെ അനാമിക അവിടെ നിൽപ്പുണ്ടായിരുന്നു. അനാമികക്ക് ചിരി വരികയാണ് കേട്ടോ, ചിക്കൻ ബോക്സ് ആന്ന് പറയുന്നത് കേട്ടപ്പോ. എന്നിട്ട് അനാമിക പറഞ്ഞു, അത് കേട്ടപ്പോ ഇവന്റെ മുഖം അങ്ങ് വാടിപ്പോയല്ലോ. അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, പിന്നെ ഒരാൾക്ക് അസുഖമാണെന്ന് പറയുമ്പോഴത്തേക്കും സന്തോഷിക്കാൻ പറ്റുമോ അനാമിക എന്ന് ചോദിച്ചു. അതെ, ഈ ചിക്കൻ ബോക്സ് വരുമ്പോഴേ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്യുമ്പോഴാ ദൈവകോപം ഉണ്ടാകുമ്പോഴാ. അങ്ങനെയൊന്നും അല്ലല്ലോ അനാമിക ഞാൻ കേട്ടിരിക്കുന്നത്. ദേവി കടാക്ഷിക്കുമ്പോഴാണല്ലോ ചിക്കൻ ബോക്സ് വരുന്നത് എന്നിങ്ങനെ നയന പറഞ്ഞു. അപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു, എന്ത് പറഞ്ഞാലും ഓരോരോ ന്യായീകരണങ്ങൾ ഉണ്ടാകുമല്ലോ നിങ്ങൾക്കൊക്കെ. ഇനിയിപ്പം ഇവനെ കാണാൻ പറ്റാത്തതിന്റെ വിഷമം ആയിരിക്കും അവക്ക്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ആദർശ് ചോദിച്ചു, അല്ല അനാമിക ശരിക്കും ഇവന്റെ ആരാ? ഭാര്യയാണെന്നാ പറയുന്നത്. ഇവൻ ഒഴിച്ച ബാക്കി എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. അപ്പം നയനി ചോദിച്ചു, അല്ല അപ്പൊ നിന്റെ കഴുതി കിടക്കുന്ന താലി ആര് കെട്ടിയതാ? ഒരു താലി കഴുത്തി കെട്ടിയെന്ന് കരുതി ഭാര്യയും ഭർത്താവും ആവുമോ? ഇല്ല, അത് ഭർത്താവും ഭാര്യയ്ക്കും ബോധിപ്പിക്കാൻ വേണ്ടി ഒരു ചിഹ്നം മാത്രമാണ്. അപ്പം നമ്മുടെ അനി പറഞ്ഞതേ, ഏടത്തി ഇപ്പൊ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ട് സന്തോഷമായിട്ട് വന്നതാ, നീ ചുമ്മാ ആ ഒരു സന്തോഷം തല്ലിക്കെടുത്താതെ. അപ്പൊ അനാമിക പറഞ്ഞു, അല്ല ഈ ഒരു ഫംഗ്ഷൻ പൈസ മുടക്കി ഇവക്ക് മേടിച്ചു കൊടുത്തത് ആദർശേട്ടനാണോ? അപ്പോഴത്തേക്കാണ് നമ്മുടെ ആദർശ് പറഞ്ഞത്, ഞാൻ മാത്രമല്ല, വേണു എന്ന് പറയുന്ന ഒരാളും കൂടെ ഉണ്ടായിരുന്നു, നിന്റെ അച്ഛൻ. എന്താ കുഴപ്പമുണ്ടോ? ഇവക്ക് അവാർഡ് കിട്ടിയത് ഇവിടെ ചിലർക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. അത് കാണിച്ചു കഴിഞ്ഞ് ചിലര്. ഇപ്പം ബാക്കി നീ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ അനാമികയെ വെറുതെ ചളമടിച്ചു കുളവാക്കുന്നത്? വേറെ ഒരു പണിയുമില്ലേ നിനക്ക്? അസൂയയും കുശുമ്പും ഇല്ലാതെ നന്നായിട്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം ആർക്കാണെങ്കിലും കിട്ടും. അതാണ് ഇവളുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവക്ക് ആരോടും ഒരു അസൂയയും കുശുമ്പും ഒന്നുമില്ല. അതുമല്ല, അവാർഡ് കിട്ടിയതിന്റെ തലക്കനവും ഇല്ല. പിന്നെ ഇവക്ക് അവാർഡ് കിട്ടിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവള് കഷ്ടപ്പെട്ട് നേടിയെടുത്ത പുരസ്കാരത്തെ ആരെങ്കിലും താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കത്തില്ല, അതാരാണെങ്കിലും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അങ്ങ് പോവാണ്. നയനെ അങ്ങ് പോയി കഴിഞ്ഞു കേട്ടോ. ഏതായാലും അനാമികയ്ക്ക് വയറ് നിറയെ കിട്ടിയില്ലോ. എനിക്ക് ചെറിയ സന്തോഷമൊക്കെ ആയിട്ടോ. അനി പറഞ്ഞു, വല്ല കാര്യം ഉണ്ടായിരുന്നോ? ദേ കണ്ടോ, നീ അത് കണ്ടു പഠിക്കുക. അങ്ങനെയാ നല്ല ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കുറ്റപ്പെടുത്തുമ്പോ പൊള്ളുന്നത്. പക്ഷെ ഇവിടെ നിനക്ക് അങ്ങനെയല്ലല്ലോ. എന്നെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതാണല്ലോ നിനക്ക് സന്തോഷം. എടി അനാമികെ, നീ എത്ര ജന്മം ജനിച്ചാലും ഏടത്തിനെ പോലെ ആവില്ല. നീ ഇപ്പൊ പറഞ്ഞില്ലേ, ദേ
നയനേടത്തിനെ പറയുമ്പോൾ ആദർശേട്ടന് പൊള്ളൂന്ന്. ആദർശേട്ടന് മാത്രമല്ല, എൻ്റെ ഏടത്തിനെ പറയുമ്പോൾ എനിക്ക് പൊള്ളും. ഈ വീട്ടിലുള്ള ഓരോരുത്തർക്ക് പൊള്ളും. നീ ഉൾപ്പെടെയുള്ള ഓരോ പെണ്ണുങ്ങൾ അനുകരിക്കേണ്ട സ്വഭാവം എൻ്റെ ഏടത്തിയുടേത്. എൻ്റെ ഏട്ടന് കിട്ടിയ ഭാഗ്യമാ. നിന്റെ ഒരു ഭാഗ്യം ഞാൻ പറയട്ടെ, അവളുടെ അനിയത്തിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാഗ്യമായിരിക്കും. അതിന് കഴിഞ്ഞില്ലല്ലോ. അതിനു മുമ്പ് എൻ്റെ വീട്ടുകാരെ സ്വാധീനിച്ച് നീ അകത്ത് കയറിയില്ലോ. നീ ഇപ്പൊ എന്നെ പുറത്ത് താടിക്കാൻ വേണ്ടി അവളെയും കൂട്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവളുടെ അഹങ്കാരം കൊണ്ടാ ഇതൊക്കെ സംഭവിക്കുന്നത്. ചിക്കൻ ബോക്സ് പിടിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം. ആദ്യം പോലീസ് ക്യാമ്പിലേക്ക് പോകേണ്ട സമയത്ത് കേസുണ്ടായി. ഇപ്പൊ എന്തേ ചിക്കൻ ബോക്സ്. ഇതുപോലെ ഓരോന്നോരോന്ന് അവളുടെ ജീവിതത്തിലെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ഉണ്ടല്ലോ, വേറൊന്നുമല്ല, അവൾക്ക് അഹങ്കാരം. പിന്നെ നിന്നെ ഉണ്ടല്ലോ, അവളെ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുക. അങ്ങനെയുള്ളവർക്ക് ദൈവകോപം ഉണ്ടാവൂടാ. ഒരു കല്യാണം കഴിഞ്ഞിട്ട് നാണമില്ലേ അവക്ക് വീണ്ടും നിന്റെ പുറകെ നടക്കാന്? നിന്റെ കല്യാണം കഴിഞ്ഞാന്നറിയാലോ, എന്നിട്ട് നിന്റെ പുറകെ നടക്കുന്നതുകൊണ്ട് ദൈവം കൊടുക്കുന്ന ശിക്ഷയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേവയാനി അനാമിക കയറി പോവാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ജാനകിനെ കാണിക്കുകയാണ്. അപ്പം ജാനകി ഇങ്ങനെ ചായ കുടിച്ചോണ്ട് ഇരിക്കുമ്പോഴത്തേക്കും അനാമിക അങ്ങോട്ടേക്ക് ചെല്ലുക. അനാമികയ്ക്ക് ഒരു സമാധാനം സന്തോഷവും ഇല്ല. അപ്പൊ അനാമികയുടെ മുഖം കണ്ടപ്പോഴത്തേക്കും ജാനകി, എന്തു പറ്റി മോളെ? എന്താ നിനക്ക് പറ്റിയത്? വല്ലാത്ത വിഷമമാണല്ലോ നിന്റെ മുഖത്ത്. എന്താ മോളെ നിനക്ക് പറ്റിയത്? പറ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു, ഒരുത്തിക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞപ്പോഴേ ഇവിടെ ഒരുത്തന് ഭയങ്കര സങ്കടമായിരുന്നു. ആർക്കാന്നറിയാമോ? അമ്മയുടെ മോന്. അത് പിന്നെ ഏതു നേരവും നീ അവനെ വിമർശിക്കാതെ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക, സ്നേഹിക്കാൻ ശ്രമിക്കുക. മോൾ അങ്ങനെ ചെയ്യത്തെടുത്തോളം കാലം അതൊരു അവസരമായിട്ട് കണ്ട് അനിയുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കും അവള്. അടുക്കുവാണെങ്കിൽ അങ്ങോട്ട് അടുക്കട്ടെ അമ്മേ. എന്തിനാ വെറുതെ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാത്ത ഒരാളെ മനസ്സിലിട്ട് സ്നേഹിച്ചോണ്ട് നടക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കതിന് പറ്റില്ല. മോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തോറ്റു പോകുന്നത് ഞങ്ങളൊക്കെയാ. നിങ്ങളെ കൂട്ടി യോജിപ്പിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് മാത്രമല്ല, മോളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അത് സങ്കടമാണെന്ന് മോള് മനസ്സിലാക്കണം. അച്ഛനും അമ്മയ്ക്കും സങ്കടമായിരിക്കും. അവൻ കെട്ടിയ താലി എന്റെ കഴുത്തിലുണ്ട്. അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നായിരിക്കും എന്റെ മറുപടി. ഒരു ബന്ധവും ഇല്ലാതെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഇപ്പോഴും നിങ്ങൾ അങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്? അതെ, ബെഡ്റൂമിൽ പോലും രണ്ടും രണ്ടായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എങ്ങനെയാ പറയാതിരിക്കാന്നെ? എന്നോട് ഒരു താല്പര്യമില്ല എന്ന് ഇവിടെ കയറി വന്ന അന്ന് തന്നെ എനിക്ക് മനസ്സിലായതാ. അവനവന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും ഉൾപ്പെടെ സ്നേഹിക്കുന്നവരെ ഭയന്നിട്ടാ ഈ ബന്ധം നിലനിർത്തുന്നത്. അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും അല്ല. പിന്നെ ഞാൻ നാളെ ഈ വീട്ടിൽ നിന്ന് പോയാലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മയുടെ മോൻ തന്നെയായിരിക്കും. കാരണം അവളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് വരാമല്ലോ. അപ്പം ജലജ ഇതെല്ലാം കേട്ടിട്ട് എന്നാ പിന്നെ ഇച്ചിരി എരിവ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിങ്ങ് വന്നു. എന്നിട്ട് നമ്മുടെ ജലജ പറഞ്ഞു, ജാനകി മോള് പറയുന്നത് കേട്ടില്ലേ? മോള് പറഞ്ഞത് സത്യമാ. പിന്നെ നീ എന്താ നിന്റെ മോനെ പറഞ്ഞ് തിരുത്താത്തത്? ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു നോക്കിയതാ ജലജ. ഇനി മോളല്ലേ അവൻ തിരുത്തേണ്ടത്, മോളല്ലേ മാറ്റിയെടുക്കേണ്ടത്. നവ്വി നയനി ഒന്നും മോൾക്ക് ഇപ്പൊ ഒരു വിലയും കൊടുക്കുന്നില്ല. എന്നിട്ട് ജാനകി നിന്റെ മരുമകൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നില്ലേ? അതിന്റെ കൂടെ അനി മുഖം തിരിച്ച് നടന്നാ പിന്നെ ആർക്കു വേണ്ടിയാ മോൾ ഇവിടെ നിൽക്കുന്നത്? ആ മോളുടെ മനസ്സൊന്ന് മനസ്സിലാക്ക്. അത് പിന്നെ ജലജെ മോളെ, നീ സങ്കടപ്പെടേണ്ട, എല്ലാം ശരിയാകും. അവള് പോലീസ് ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ. അവള് പോലീസ് ക്യാമ്പിലേക്ക് പോകുമ്പോഴേ അനിയും ചിലപ്പം ആ ക്യാമ്പിന്റെ പരിസരത്ത് ചുറ്റിക്കറങ്ങി നടക്കാനായിട്ട് കാണും. അതിനാ ചാൻസ് കൂടുതൽ. അമ്മയ്ക്കറിയോ, ഞാൻ ഉറങ്ങി കിടക്കുമ്പോ പോലും അവനെ ഉണർന്നിരുന്ന് അവക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് പലതവണ ഞാൻ കണ്ടിട്ടുമുണ്ട്. അതൊക്കെ സഹിച്ച് എത്ര നാൾ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഒരു ഭാര്യ സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഒരു കാര്യം ഉറപ്പായ കാര്യമാണ്, ഈ കല്യാണം കഴിഞ്ഞതോടെ എൻ്റെ ജീവിതം പോയി കിട്ടി എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അനാമിക എണീറ്റ് അങ്ങ് പോവാ. അപ്പൊ ഇത് കേട്ടത് നമ്മുടെ ജലജ ജാനകിയോട് പറഞ്ഞു, കണ്ടോ മോളുടെ മനസ്സ് വേദനിച്ചത് കണ്ടോ? എന്റെ ദൈവമേ, മോളാകെ മടുത്ത് നടക്കുക. അവളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. അല്ല, എന്തൊക്കെ സംഭവിച്ചാലും അനാമിക മോളുടെ പകരക്കാരിയായിട്ട് കനകയുടെയും ഗോവിന്ദന്റെയും മകളെ ഈ പടി കടന്നു വരില്ല. അത് ഞാനാ ഉറപ്പ് തരുന്നത്. അങ്ങനെ സംഭവിച്ചാല് അന്ന് എൻ്റെ മോന് എൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. ഈ അനന്തപുരി തറവാട്ടിൽ തന്നെ കെട്ടിത്തൂങ്ങിയോട് ചാവും. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ ജലജ മനസ്സിൽ വിചാരിക്കാം, ആരുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടി വന്നാലും എനിക്കും എൻ്റെ മക്കൾക്കും സുഖമായിട്ട് ജീവിക്കണം, അതുമാത്രമേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനീനെ തന്നെയാട്ടോ. അനി ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുക. അപ്പം അനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന അസുഖമാണെന്ന് കരുതി ഫോൺ എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഫോൺ വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദുവിനെ ആദ്യം ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ രണ്ടാമതും നമ്മുടെ അനി ഫോൺ വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ കിടക്കുകയാണല്ലോ. അപ്പം നന്ദു കിടക്കുന്നത് കൊണ്ട് തന്നെ ഫോൺ എടുക്കുന്നില്ല കേട്ടോ നന്ദു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ ഇത് കണ്ടപ്പോഴത്തേക്കും ഇനി ഫോൺ എടുക്കാതിരുന്നാൽ ശരിയാവൂലല്ലോ എന്നൊക്കെ
സോറി കേട്ടോ, ഒരു തിരുത്തുണ്ട്. നമ്മുടെ നന്ദു അല്ല ഫോണ് കണ്ടത്, നമ്മുടെ കനകയാട്ടോ ഫോണ് കണ്ടത്. അപ്പൊ കനക ഫോൺ എടുത്തിട്ട് ഹലോ ഹനിമോനെ, എന്താ ഹനിമോനെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അനി ഒന്ന് പതറി, എന്നിട്ട് പറഞ്ഞു നന്ദുവിന് ചിക്കൻ ബോക്സ് ആന്ന് മോൻ അറിഞ്ഞില്ലേ? അത് പറഞ്ഞില്ലേ നയന? അതറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അതെ, അസുഖമായോണ്ടേ അവളുടെ റൂമിൽ ഫോണ് കൊടുത്തിട്ടില്ല ഞങ്ങള്. ഫോണ് എന്റെ കയ്യിലാ. അല്ല ഇപ്പം എങ്ങനെയുണ്ട് നന്ദുവിന്? കുറവുണ്ടോ? ചിക്കൻ ബോക്സ് അല്ലേ മോനെ, അതുകൊണ്ട് കുറച്ച് ദിവസം ഒരു മുറിക്കകത്ത് കഥ കടച്ചിരിക്കേണ്ടി വരും. അങ്ങനെയാണ്, സ്വാഭാവികമാണല്ലോ. അല്ല വേറെ ഒന്നുമില്ലല്ലോ? ഏയ് ഇല്ല, നന്ദുവിനെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ആന്റി ഞാൻ വിളിച്ചത്. നന്ദുവിന് കുഴപ്പമൊന്നുമില്ല. ദേ അനിമോനെ, നന്ദൂട്ടനെ വിളിക്കുന്നതും കാണുന്നൊന്നും മോന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലല്ലോ. പിന്നെ എന്തിനാ മോൻ ഇങ്ങനെ നന്ദൂട്ടനെ വിളിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ട് മോൻ അത് പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എന്തിനാ വെറുതെ അവളെ വിളിക്കുന്നത്? എങ്കിൽ പിന്നെ ഞാൻ വെക്കുകയാണേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് കനക ഫോൺ അങ്ങ് കട്ടും ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ എനിക്കങ്ങ് എന്തോ പോലെ ആയിപ്പോയി. ബാക്കി പറയാൻ വന്നത് പറയിക്കാൻ പോലും നമ്മുടെ കനകദുർഗ സമ്മതിച്ചില്ല. അപ്പോഴത്തേക്കുമാണ് ഗോവിന്ദ വന്നത്. ഗോവിന്ദ വന്നിട്ട് ആരാ കനകയെന്ന് ചോദിച്ചു. അത് പിന്നെ അനിയാ വിളിച്ചത്, നന്ദൂട്ടന്റെ മൊബൈലിലേക്കാ വിളിച്ചത്. അതെന്തിനാണോ വിളിച്ചത്? വേറൊന്നിനും അല്ല വിളിച്ചത്, ചിക്കൻ ബോക്സ് വന്നല്ലോ അതറിയാൻ വേണ്ടി വിളിച്ചതാ. പിന്നെ ഞാൻ അത്രയ്ക്ക് സന്തോഷത്തോടു കൂടിയൊന്നും അല്ല സംസാരിച്ചത്. അത് മതി, ഒരു കാരണവശാലും അവരെ രണ്ടുപേരെയും അടുപ്പിക്കാൻ നമ്മൾ സമ്മതിപ്പിക്കരുത്. അതൊക്കെ ശരിയാ ഗോവിന്ദേട്ട, പക്ഷെ ജോത്സ്യം പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഗോവിന്ദേട്ടനോട്, അവര് രണ്ടുപേരും ഒന്നിക്കുന്നു തന്നെയാ പറയുന്നത്. ആ ഒരു പേടി എന്റെ മനസ്സിലെ. ഹേയ്, എല്ലാ ജോത്സ്യന്മാരും അങ്ങനെ പറയുന്നത് സംഭവിക്കണമെന്നൊന്നുമില്ല. എന്താന്ന് പറഞ്ഞാലും നമ്മുടെ രണ്ടു മക്കൾക്ക് പിന്നാലെ അങ്ങോട്ടേക്ക് നന്ദുവിനെയും കൂടി പറഞ്ഞു വിടാൻ നമുക്ക് താല്പര്യമില്ല. പിന്നെ നയനയ്ക്കും നവ്യയ്ക്കും നന്ദു ആ വീട്ടിലേക്ക് ചെല്ലുന്നതിനോട് യോജിപ്പുമില്ല. പിന്നെ അവര് തമ്മിൽ എങ്ങനെ ഒന്നിക്കാനാ? അങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞാൽ ശരിയാവുമോ? അതൊക്കെ ശരിയാ. അതെ, അന്ന് നന്ദൂട്ടിനൊരു മോതിരം കൊടുത്തത് അത് കൂട്ടുകാരാന്നല്ലേ പറഞ്ഞത്. പക്ഷേ അത് അനി കൊടുത്തതാണോ എന്ന് എന്റെ സംശയം. അനിക്കൊരു ഭാര്യ ഉള്ളപ്പോ എന്തിനാ അനി അങ്ങനെ ചെയ്യുന്നത്? ബെസ്റ്റ്, അനിക്കൊരു ഭാര്യയൊക്കെ ഉണ്ട്. ആ കൊച്ചും അനിയും തമ്മിൽ അത്രയ്ക്ക് നല്ല രസത്തിലല്ലെന്നേ അവര് മുന്നോട്ടേക്ക് പോകുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു മുറിയിൽ ശത്രുക്കളെ പോലെ അത്ര കഴിയുന്നത്. നമ്മൾ മോള് കാരണം ആ ശത്രുത കൂടരുതെന്നാ ഞാൻ പറഞ്ഞത്. അത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം. അനാമികയും അനിയും തമ്മിലുള്ള ബന്ധം നമ്മുടെ മോള് കാരണം ഇല്ലാതാകാൻ പാടില്ല. അതെന്നും നമ്മുടെ മോൾക്കൊരു ചീത്തപ്പേരായിട്ട് കിടക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ കനകെ? മനസ്സിലാവുന്നുണ്ട് ഗോവിന്ദേട്ടാ എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. അപ്പൊ നയന പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആരും കാണാതെ ക്ലാസ്സിൽ എന്തോ കൊണ്ടുവരാട്ടോ നമ്മുടെ ദേവയാനി മരുമകൾക്ക് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ അടുത്ത് വന്നിട്ട് മോളെ ദേ ഇത് കുടിക്ക്. അതെ, ഇതൊരു ആയുർവേദ മരുന്നാ. ഇത് കുടിച്ചു കഴിഞ്ഞാലേ ശരീരത്തിനും കരളിനൊക്കെ നല്ല ബലം കിട്ടും. ആഹാ, എങ്കിൽ പിന്നെ ഇത് ആദ്യം കുടിക്കേണ്ടത് അമ്മയല്ലേ? ഞാൻ ഇത് ഒരുപാട് കുടിച്ചതാ, പക്ഷെ മോള് കുടിച്ചില്ലല്ലോ. ഇത് മോൾക്കുള്ളതാ. അത് പിന്നെ അമ്മ എനിക്ക് വേണ്ട, ഇത് അമ്മ കുടിക്കുക. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? വെറുതെ വാശി പിടിക്കരുത് കേട്ടോ. ഇത് ഞാൻ മോൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ഇത് മോള് കുടിച്ചേ പറ്റൂ. മോള് കുടിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമാവും കേട്ടോ. അങ്ങനെയാണെങ്കിലേ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടാൾക്കും കൂടി കുടിക്കാം. അമ്മ പകുതി കുടിച്ചിട്ട് എനിക്കിതാ, എന്നിട്ട് ഞാൻ കുടിക്കാം. വേണ്ട മോളെ, ഇത് മോള് തന്നെ കുടിക്കണം. പിന്നെ വേണ്ടത് അമ്മ പറഞ്ഞാൽ മതിയോ? ഇത് തന്നെ ഞാൻ കുടിച്ചിട്ട് പകുതി തരാം, ഇത് അമ്മ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് പകുതി നമ്മുടെ നയന കുടിക്കുകയാണ്. നയന കുടിച്ചിട്ട് ബാക്കി ദേവയാനിക്ക് കൊടുത്തു കേട്ടോ. ചെറിയ കയ്പൊക്കെ ഉണ്ട്, മുഖഭാവം കാണുമ്പോൾ നമുക്കറിയാം. ഏതായാലും ബാക്കി നമ്മുടെ ദേവയാനി കുടിച്ചു. ഈ ഒരു സമയത്താട്ടോ നമ്മുടെ ജലജ ഇറങ്ങി വരുന്നത്. ജലജ വന്നു കഴിഞ്ഞത് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ദേവയാനി കണ്ടു കേട്ടോ ജലജനെ. അങ്ങനെ നമ്മുടെ ദേവയാനി ദേഷ്യപ്പെടാൻ തുടങ്ങി നയനയോട്. ജലദോഷമൊക്കെ പിടിപ്പിച്ചുകൊണ്ട് വന്നേക്കോ, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് ആ കഷ്ടപ്പാട്. ഇവിടെ എടുപ്പത് പണി എനിക്കുണ്ട്. അപ്പോഴത്തേക്കും ജലജ വന്നിട്ട് എന്ത് പറ്റി? വെയിലത്ത് അവാർഡ് മേടിക്കാൻ പോയതല്ലേ, ഇപ്പൊ തലവേദനയും ജലദോഷവും ആണത്രേ. ഇവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞതാ. ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ ഉണ്ടാക്കി കൊടുത്തില്ല എങ്കിൽ വയ്യാന്നും പറഞ്ഞ് ഇവൾ ഒറ്റ പോക്ക് പോകൂലേ ഇവളുടെ വീട്ടിലേക്ക്? പോട്ടെ എടുത്തി, അതിനിപ്പോ എന്താ എടുത്തിക്ക്? ഇവള് പോയി കഴിഞ്ഞാലേ ആദർശിന്റെ വിഷമം നീ പരിഹരിക്കുവോ? ആദർശം ഇവളുടെ പുറകെ പോയ നീ സഹിക്കുവോ? അവന് പിന്നെ രാത്രി ഉറക്കം പോലും ഉണ്ടാകത്തില്ല. അതൊന്നും കാണാൻ എനിക്ക് പറ്റത്തില്ല. ഇവള് ഏടത്തിനെ നന്നായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. അതാ ഇവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇവളെ കണ്ടിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. മനഃപൂർവ്വം അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കുക, ഏടത്തിനെ കൊണ്ട് ഒരു ജോലി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവള് മനഃപൂർവ്വം പറയുന്നത് തന്നെ ഇതൊക്കെ ഇവൾ ആസ്വദിക്കുന്നുണ്ടാവും ഏടത്തി അത് മനസ്സിലാക്കാതെ കൊരങ്ങനെ പോലെ ഇവളുടെ മുമ്പിൽ നിൽക്കുക. അപ്പൊ നയന പറഞ്ഞ അങ്ങനെ രണ്ട് സ്വഭാവമൊന്നും എനിക്കില്ല.
ഏടത്തിക്ക് കരളിന് അസുഖം വന്നതിന് ശേഷം ഏടത്തിയുടെ സ്വഭാവം പാടെ അങ്ങ് മാറി. അത് നിന്റെ മഹാഭാഗ്യമാണെന്ന് പറഞ്ഞാൽ മതി. സാധാരണ തലച്ചോറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നവർക്ക് സ്വഭാവത്തിന് മാറ്റം വരുന്നത്. ഇതിപ്പോ ആദ്യമായിട്ടാ കരള് കേടാകുന്നതിന് ശേഷം അടിമുടി സ്വഭാവം മാറുന്നത്. എന്നാലേ അമ്മയുടെ തലച്ചോറ് കരളിനകത്തായിരിക്കും. ഇത് കേട്ടത് നമ്മുടെ ദേവയാനി ഒന്ന് ചിരിച്ചു കേട്ടോ. അപ്പം ജലജ പറഞ്ഞു, കണ്ടോ ഇവള് കളിയാക്കുന്നത് കണ്ടോ, ഇവള് വെറുതെ കളിയാക്കും എന്നെയിട്ട. ഇതിനു മുമ്പ് ഏടത്തിയുടെ മുമ്പിൽ ഇവളിങ്ങനെ നിന്ന് സംസാരിക്കായിരുന്നോ? പോട്ടെ ജലജെ, എന്ത് ചെയ്യാനാ, ഓരോരുത്തർ അവർക്ക് കിട്ടുന്ന അവസരം മുതലാക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ സഹിക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എനിക്ക്. എൻ്റെ ഈശ്വര, ഒന്ന് കുടിക്കുന്നുണ്ടോ വേണേ, എന്നിട്ട് ക്ലാസ് ഇങ്ങ് തരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നയന ആ ഒരു ചുക്ക് കാപ്പി കുടിച്ചിട്ട് ക്ലാസ് ദേവയാനിയുടെ കൈ കൊടുക്കാണ് കേട്ടോ. ക്ലാസ് ഇങ്ങ് തരാനാ പറഞ്ഞതെന്ന് പറഞ്ഞു അതൊക്കെ ഇങ്ങനെ പിടിച്ചു മേടിച്ചപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, എന്നാ പിന്നെ ഉണ്ടല്ലോ ഏടത്തി ഒരു കാര്യം ചെയ്യുക, ആ ഗ്ലാസും കൂടെ കഴുകി വെക്ക്. ഇനിയിപ്പൊ അവളുടെ പാത്രം കൂടെ കഴുകുന്ന ജോലി ചെയ്യ ഏടത്തി. അപ്പോഴത്തേക്കാണ് നമ്മുടെ നയന പറഞ്ഞത്, അതെ അത്രയ്ക്ക് വിഷമാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അപ്പച്ചി പോയി കഴിയിക്കോ എന്നിങ്ങനെ പറഞ്ഞപ്പോ, പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നിന്റെ വീട്ടിൽ ഒരുത്തി ഉണ്ടല്ലോ കനക, അവളെ പോയി വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് അങ്ങനെ പോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി നയനി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ചോദിച്ചു, എന്തിനാ മോളെ അവളെ ചൊടിപ്പിക്കുന്നത്, ഇതൊക്കെ ഒരു രസമല്ലേ അമ്മേ, കാണാൻ സത്യം പറഞ്ഞ വലിയ രസമാണ്. ഇനി ഇതുപോലെയുള്ള കഷായം ഒന്നും കൊണ്ടുവരല്ലേ, കുടിക്കാൻ ഭയങ്കര പാടാമ്മേ. ഇറക്കാൻ എന്ത് പാടുപെട്ടെന്നോ. ഞാനിതേ കുറെ കുടിച്ചതാ, അമ്മ എനിക്ക് ഒരുപാട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി എന്നെ കൊണ്ടും കൂടെ കുടിപ്പിക്കാന്നല്ലേ ഉദ്ദേശം. എന്റെ മുത്തല്ലേ നീ ആരോഗ്യവതിയായിട്ടിരിക്കണ്ടേ, അതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ തരുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഈ താടിയിലൊക്കെ ഇങ്ങനെ പിടിക്കാട്ടോ. ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാത്ത ശേഷമായി.